ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 66 അധ്യായം സൂറത്തു തഹ്രീമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ അവസാന 2 ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 2 ആയത്തുകൾ 11, 12 എന്നീ 2 ആയത്തുകൾ നമുക്ക് പഠിക്കാം. أعوذ بالله من الشيطان الرجيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമായിക്കൊണ്ട് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാരെ എടുത്തു പറഞ്ഞു. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വലറബല്ലാഹു മസലൻ. ദറബ വിശദീകരിച്ചു, വിവരിച്ചു, അല്ലെങ്കിൽ എടുത്തു പറഞ്ഞു. അള്ളാഹു എടുത്തു പറഞ്ഞു. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത് അത്ഫിൻ്റെ വാവാണ്. അള്ളാഹു എടുത്തു പറയുകയും ചെയ്തു. മസലൻ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഉപമയായിട്ട്. ആർക്കുള്ള ഉപമ? ലില്ലദീന ആമനു. ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അതിനു മുമ്പിൽ അല്ലദീന എന്ന് ചേരുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ. അപ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവർ, വിശ്വാസികൾ. അതിൻ്റെ മുമ്പിൽ ലീ ഉണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വസിച്ചവർക്ക്. അപ്പോൾ വിശ്വസിച്ചവർക്കുള്ള ഉപമയായി, ഉദാഹരണമായിക്കൊണ്ട് അള്ളാഹു വിവരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ആരെ? ഇമ്രഅത്ത ഫിർഔൻ. ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ. ഫിർഔനിൻ്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഫിർഔനിൻ്റെ ഭാര്യ. ഫിർഔനിൻ്റെ ഭാര്യയെ അള്ളാഹു സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായി എടുത്തു കാണിക്കുകയും ചെയ്യുന്നു, വിവരിക്കുകയും ചെയ്യുന്നു. ശേഷം അള്ളാഹു പറയുന്നു, ഇത് കാലത്ത്, ഇത് സന്ദർഭം. കാലത്ത് അവൾ പറഞ്ഞു. കാല പറഞ്ഞു, കാലത്ത് അവൾ പറഞ്ഞു. ഇത് കാലത്ത് അവൾ പറഞ്ഞ സന്ദർഭം. റബ്ബി, അവിടെ റബ്ബി എന്നുള്ളത് യാ റബ്ബി എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ്. അവിടെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ റബ്ബി എന്ന് പറഞ്ഞാൽ യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ. ഇബിനി ലീ, ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ്. ബിനാ ഉൻ കെട്ടിടം, ബുനിയാനുൻ എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിടം. അപ്പോൾ ഇവിടെ അതിൻ്റെ കൽപ്പനക്രിയയാണ് ഇബിനി. ഇബിനി എന്ന് പറഞ്ഞാൽ നീ നിർമ്മിച്ച് തരയണമേ. അള്ളാഹുവിനോടായതുകൊണ്ട് നീ നിർമ്മിച്ച് തരയണമേ. അല്ലെങ്കിൽ നമുക്കതിന് ഇബിനി, നീ നിർമ്മിച്ച് താ എന്നർത്ഥം കൊടുക്കാം. കൽപ്പനക്രിയയാണ്. അള്ളാഹുവിനോടാകുമ്പോൾ നീ നിർമ്മിച്ച് തരയണമേ. ലീ എനിക്ക്. എഴുന്തക്ക, എഴുന്ത അടുത്ത്, ക നിൻ്റെ, എഴുന്തക്ക നിൻ്റെ അടുക്കൽ, നിൻ്റെ അടുത്ത്. ബൈത്തൻ ഒരു വീട്, ഒരു ഭവനം, ഒരു മന്ദിരം. ഫിൽ ജന്നത്തി സ്വർഗത്തിൽ. വനജ്ജിനി, നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ നജ്ജി, നീ രക്ഷപ്പെടുത്ത്. അള്ളാഹുവിനോട് ആകുമ്പോൾ നീ രക്ഷപ്പെടുത്തണമേ. നീ എന്നെ, നജ്ജിനി നീ എന്നെ രക്ഷപ്പെടുത്തണമേ. അതിൻ്റെ തുടക്കത്തിൽ വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്. വ നജ്ജിനി നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ആരിൽ നിന്ന്? മിൻ ഫിർഔന. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ഫിർഔൻ മിൻ ഫിർഔന, ഫിർഔനിൽ നിന്ന്. വ അമലിഹി, അമൽ പ്രവർത്തനം. അമലുഹു, അമലിഹി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തനം. വ അമലിഹി അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും, അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും. വനജ്ജിനി വീണ്ടും ആവർത്തിച്ചു വന്നു, നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. മിനൽ ഖൗമി ളാലിമീൻ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഖൗമ് ജനത, സമൂഹം. അല്ലാലിമീൻ, ലലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു എന്നാണ്. ലാലിം അക്രമി. ലാലിമൂൻ, ലാലിമീൻ എന്നൊക്കെ പറഞ്ഞാൽ അക്രമികൾ.
അപ്പോൾ ഖൗമുൽ ലാലിമീൻ എന്ന് പറഞ്ഞാൽ അക്രമികളായ ജനത. മിനൽ ഖൗമിൽ ലാലിമീൻ അക്രമികളായ ജനതയിൽ നിന്ന്. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത്ത ഫിർഔൻ. സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട് അള്ളാഹു ഫിർഔനിൻ്റെ ഭാര്യയെ എടുത്തു കാണിക്കുന്നു, അല്ലെങ്കിൽ വിശദീകരിക്കുന്നു, വിവരിക്കുകയും ചെയ്യുന്നു. ഇത് ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈത്തം ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ലാലിമീൻ. അവൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നീ ഒരു വീട് നൽകിയണമേ, ഒരു ഭവനം നൽകിയണമേ. ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അടുത്ത ആയത്ത് വ മറിയമ്മ, മറിയമിനെയും എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ആയത്തിൽ സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട് ഫിർഔനിൻ്റെ ഭാര്യയെ പറഞ്ഞു. ഫിർഔനിൻ്റെ ഭാര്യയെ മാത്രമല്ല ഇനി പറയുന്നതും എന്ന അർത്ഥത്തിലാണ് അവിടെ വാവ്. അപ്പോൾ അതിലേക്ക് ചേർത്തുകൊണ്ട് ഫിർഔനിൻ്റെ ഭാര്യയെ സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട് പറഞ്ഞു. വ മറിയമ്മ, മറിയമിനെയും എന്ന് പറഞ്ഞാൽ മറിയമിനെയും സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട് അള്ളാഹു എടുത്തു പറയുന്നു. ആരാണ് മറിയം? ഇബ്നത്ത ഇമ്രാൻ. ഇബ്നത്ത് എന്ന് പറഞ്ഞാൽ മകൾ, ഇബ്നുൻ മകൻ, ഇബ്നത്ത് മകൾ. ഇബ്നത്ത ഇമ്രാൻ, ഇമ്രാനിൻ്റെ മകൾ. അല്ലത്തീ, അല്ലത്തീ എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചന പദത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. പുല്ലിംഗ ഏകവചനാണെങ്കിൽ അല്ലസീ എന്ന് ഉപയോഗിക്കും. അല്ലസീ, അല്ലദാനി, അല്ലസീന, അല്ലത്തീ, അല്ലത്താനി, അല്ലാ ഈ അല്ലെങ്കിൽ അല്ലാത്തീ. അപ്പോൾ ഇവിടെ അല്ലത്തീ എന്ന് ഉപയോഗിച്ചു, കാരണം സ്ത്രീലിംഗ ഏകവചനാണ്. മറിയമിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലത്തീ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവളായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൾ. അഹ്സനത്ത്, അഹ്സന എന്ന് പറഞ്ഞാൽ കാത്തു സംരക്ഷിച്ചു. അഹ്സനത്ത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിൽ താഴ് ചേർത്തത്. അവൾ കാത്തു സംരക്ഷിച്ചു. അല്ലത്തീ അഹ്സനത്ത്, കാത്തു സംരക്ഷിച്ചവളായ. എന്ത്? ഫർജഹ. ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവം. ഫർജഹ അവളുടെ ലൈംഗികാവയവം. അപ്പോൾ ഒന്നിച്ച് അഹ്സനത്ത് ഫർജഹ, അവളുടെ ലൈംഗികാവയവം കാത്തു സംരക്ഷിച്ചവളായ എന്ന് പറഞ്ഞാൽ ചാരിത്ര്യ ശുദ്ധി പാലിച്ചവളായ എന്നർത്ഥം, അല്ലെങ്കിൽ ചാരിത്ര്യം കാത്തു സൂക്ഷിച്ചവളായ എന്നർത്ഥം. ഫ നഫഹ്ന, നഫഹ എന്ന് പറഞ്ഞാൽ ഊതി എന്നാണ്. നഫഹ്ന നാം ഊതി. ഫ നഫഹ്ന അങ്ങനെ, അല്ലെങ്കിൽ അപ്പോൾ നാം ഊതി, അങ്ങനെ നാം ഊതി. ഫീഹി അതിൽ, മിൻ റൂഹിന, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, റൂഹിന റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, റൂഹിന നമ്മുടെ ആത്മാവ്, മിൻ റൂഹിന നമ്മുടെ ആത്മാവിൽ നിന്നും. വ സ്വദ്ദഖത്ത്, സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി, സത്യമാക്കി. സ്വദ്ദഖത്ത് എന്നുള്ളത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിൽ താഴെ ചേർത്തത്. അവൾ സത്യമാക്കി, അവൾ സത്യപ്പെടുത്തി. വ സ്വദ്ദഖത്ത് സത്യപ്പെടുത്തുകയും ചെയ്തു, അവൾ സത്യപ്പെടുത്തുകയും ചെയ്തു. ബി കെലിമാത്തി റബ്ബിഹ, എന്തിനെയാണ് സത്യപ്പെടുത്തിയത്? ബി കെലിമാത്തി റബ്ബിഹ. കെലിമത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കെലിമാത്ത്. കെലിമത്ത് എന്ന് പറഞ്ഞാൽ വചനം, കെലിമാത്ത് വചനങ്ങൾ. ബി കെലിമാത്തി വചനങ്ങളെ. റബ്ബിഹ അവളുടെ റബ്ബിൻ്റെ, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, ഹ അവളുടെ, റബ്ബിഹ അവളുടെ രക്ഷിതാവിൻ്റെ, അവളുടെ നാഥൻ്റെ, അവളുടെ റബ്ബിൻ്റെ. വ കുത്തുബിഹി അത് മാത്രമല്ല സത്യപ്പെടുത്തിയത്, ഇനി പറയുന്നതും, അതാണ് വാവ്, അത്തിഫിൻ്റെ വാവ്. കുത്തുബിഹി കിതാബുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുത്തുബ്. കിതാബ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പുസ്തകം എന്ന് പറയും, വേദഗ്രന്ഥത്തിനും അത് പറയും കിതാബ്. അപ്പോൾ കുത്തുബ് എന്നുള്ളത് വേദഗ്രന്ഥങ്ങൾ എന്നർത്ഥത്തിൽ ബഹുവചനാണ്. കുത്തുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങൾ, വ കുത്തുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും. അപ്പോൾ വ സ്വദ്ദഖത്ത് ബി കെലിമാത്തി റബ്ബിഹ വ കുത്തുബിഹി, അവളുടെ രക്ഷിതാവിൻ്റെ വചനങ്ങളെയും അവളുടെ രക്ഷിതാവിൻ്റെ വേദഗ്രന്ഥങ്ങളെയും അവൾ സത്യപ്പെടുത്തുകയും ചെയ്തു. വ കാനത്ത്, കാന ആയിരുന്നു, കാനത്ത് എന്നുള്ള സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് കാനത്ത് അവളായിരുന്നു. വ കാനത്ത് തുടക്കത്തിലുള്ള വാവ് അത്തിഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ. വ കാനത്ത് അവൾ ആയിരുന്നു. മിനൽ ഖാനിത്തീൻ, ഖനത്ത എന്ന് പറഞ്ഞാൽ കീഴ്വണങ്ങി അല്ലെങ്കിൽ കീഴൊതുങ്ങി ജീവിച്ചു എന്നൊക്കെയാണ്. ഖാനിത്തീൻ എന്ന് പറഞ്ഞാൽ കീഴ്വണക്കമുള്ളവർ അല്ലെങ്കിൽ ഭക്തിയുള്ളവർ. അപ്പോൾ മിനൽ ഖാനിത്തീൻ എന്ന് പറഞ്ഞാൽ കീഴ്വണക്കമുള്ളവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽ. ഒന്നിച്ചയായത്തിൻ്റെ അർത്ഥം വ മറിയം ബിനത്ത ഇമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ, ഇമ്രാൻ്റെ മകളായിട്ടുള്ള മറിയമും
അവൾ അവളുടെ ചാരിത്രശുദ്ധി പാലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. ഫനഫഖ്ന ഫീഹി മിർ റൂഹിന, അങ്ങനെ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതുകയും ചെയ്തു. വസ്വദ്ദഖത് ബി കലിമാത്തി റബ്ബിഹ വ കുതുബിഹി, അവൾ അവളുടെ രക്ഷിതാവിൻ്റെ വചനങ്ങളെയും അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുകയും ചെയ്തു. വകാനത്ത് മിനൽ ഖാനിത്തീൻ, അവൾ കീഴ്വണക്കമുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവളായിരുന്നു, അല്ലെങ്കിൽ ഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവളായിരുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. 10-ാമത്തെ ആയത്തിൽ സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമായിട്ട് 2 സ്ത്രീകളെ അള്ളാഹു എടുത്തു പറഞ്ഞു. ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും മറ്റൊന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും. കാരണം സ്വന്തം ഭർത്താക്കന്മാർ ഏറ്റവും നല്ല സ്വാലിഹുകളായ നല്ലവരായ ആളുകളായിട്ട് പോലും അവർക്കതിൻ്റെ ഗുണം നേടിയെടുക്കാൻ സാധിച്ചില്ല. ആ ഭർത്താക്കന്മാർക്ക് ഈ ഭാര്യമാരുടെ മേലുള്ള ശിക്ഷയെ തടുക്കാനും കഴിഞ്ഞില്ല. കാരണം അള്ളാഹു ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്മാർ ഒരുപാട് നന്മ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ ഭാര്യമാർ രക്ഷപ്പെടില്ല. ഭാര്യമാർ രക്ഷപ്പെടണമെങ്കിൽ അവർ നല്ല രൂപത്തിൽ ജീവിക്കണം. ശേഷം അള്ളാഹു 11-ാമത്തെയും 12-ാമത്തെയും ആയത്തിൽ സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സത്യവിശ്വാസികളായ സ്ത്രീകൾക്കുമുള്ള ഉദാഹരണമായിട്ട് 2 സ്ത്രീകളെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന് ഫിർഔനിൻ്റെ ഭാര്യ, ഇവിടെയും ഇമ്രഅത്ത ഫിർഔൻ എന്നാണ് ഉപയോഗിച്ചത്, ഫിർഔൻ്റെ സ്ത്രീ. കാരണം ആ ഒരു ഭാര്യ നല്ല സത്യവിശ്വാസിനിയായ ഭാര്യയായിട്ടും ആ ഒരു ഫിർഔൻ വളരെയധികം ക്രൂരനായ വളരെ അഹങ്കാരിയായി ജീവിച്ച ഫിർഔൻ ആയതുകൊണ്ട് ആ ഫിർഔനിൻ്റെ പേരിൽ ഫിർഔൻ്റെ ഇണ എന്നുള്ള രൂപത്തിൽ പറയുന്നില്ല. ഫിർഔൻ അത്രയും മോശക്കാരനാണ്. അത്രയും മോശക്കാരൻ്റെ കൂടെ ഒരു ഇണ എന്നുള്ള രൂപത്തിൽ ചേർത്തി പറയാതെ ഫിർഔനിൻ്റെ സ്ത്രീ എന്നുള്ള രൂപത്തിൽ അവിടെ പറഞ്ഞു. അപ്പോൾ ഇമ്രഅത്ത ഫിർഔൻ, ഫിർഔനിൻ്റെ ഭാര്യ, അത് ആസിയ എന്നാണ് അവരുടെ പേര് എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഫിർഔൻ്റെ ഭാര്യയായ ആസിയ ബീവിയാണ് ഒന്ന് എടുത്തു പറഞ്ഞത്. മറ്റൊന്ന് 12-ാമത്തെ ആയത്തിൽ മറിയം ബീവിയാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ 2 സ്ത്രീകളെയും അള്ളാഹു എടുത്തു പറയുകയാണ് സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട്, ഉപമയായിട്ട്, അല്ലെങ്കിൽ മാതൃകയായിട്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇമ്രഅത്ത ഫിർഔൻ, സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട് ഫിർഔനിൻ്റെ ഭാര്യയെ അള്ളാഹു എടുത്തു കാണിക്കുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? അവിടെ കൂടുതൽ ചരിത്രമൊന്നും പറയുന്നില്ല. ആ ആസിയ ബീവിയുടെ കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ഇത് കാലത്ത് റബ്ബി ബിനിലിയ ഇന്ദക ബൈത്തം ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഒരു പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത്. ആസിയ ബീവി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അള്ളാഹു അവിടെ എടുത്തു പറയാണ്. അത്രയാണ് ആ ചരിത്രം പറയുന്നുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കാരണം എന്താണ് ആ പ്രാർത്ഥന? ആസിയ ബീവിയുടെ പ്രാർത്ഥന ഇത് കാലത്ത്, അവൾ പ്രാർത്ഥിച്ച സന്ദർഭം, അവൾ പറഞ്ഞ സന്ദർഭം, റബ്ബി ബിനിലി എന്തൊക്കെ ബൈത്തം ഫിൽ ജന്ന, റബ്ബേ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി തരയണമേ നിൻ്റെ അടുക്കൽ. വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി, ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഇതാണ് ആ പ്രാർത്ഥന. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോകും ഇത് വായിക്കുമ്പോൾ അല്ലേ. കാരണം ഒരു കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിക്കുന്നത്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവാണ്. ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാവിധ ഭൗതിക സുഖങ്ങളോടും കൂടി ജീവിക്കുകയാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും അവർ ആ കൊട്ടാരത്തിലുള്ള സുഖങ്ങളല്ല ആഗ്രഹിക്കുന്നത്. നാളെ പരലോകത്ത് സ്വർഗത്തിലൊരു വീട് കിട്ടാനാണ്. എനിക്ക് ഈ കൊട്ടാരത്തിൻ്റെ സുഖങ്ങളൊന്നും വേണ്ട റബ്ബേ, എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണം. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ആസിയ ബീവി വിശ്വസിച്ചു. അത് അറിഞ്ഞ സന്ദർഭത്തിൽ ഫിർഔൻ വളരെ കൊടിയ ക്രൂരമായ പീഡനങ്ങളാണ് ആസിയ ബീവിയോട് ചെയ്തത്. അതെല്ലാം സഹിച്ച് അവർ ജീവിച്ചു. അതെല്ലാം സഹിച്ച് ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള പ്രാർത്ഥന, റബ്ബേ എനിക്ക് നീ സ്വർഗത്തിലൊരു വീട് തരണമേ. മാത്രമല്ല വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി,
ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്ന് എടുത്തു പറയാൻ കാരണം അവൻ ചെയ്യുന്ന ഒരുപാട് തെറ്റായ പ്രവർത്തനങ്ങളുണ്ട്, അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് എന്നെ നീ അതിൽ പങ്കാളിയാക്കരുതേ. അതിനുള്ള ശിക്ഷ കൊടുക്കുമ്പോൾ ഞാൻ ഭാര്യ ആയതുകൊണ്ട് എനിക്കും കൂടെ ആ ശിക്ഷ തരരുതേ. അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഒട്ടും പങ്കാളിയല്ല, അത് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുമ്പോൾ എന്നെ നീ അതിൽ നിന്ന് ഒഴിവാക്കണമേ എന്നാണ് എന്ന് ചില വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, ആസിയ ബീവി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ. അത്രയധികം കൊടിയ പീഡനങ്ങൾ സഹിച്ചിട്ടും ആ വീട്ടിൽ, ആ കൊട്ടാരത്തിൽ അവർ ജീവിക്കുകയാണ്. ഭൗതിക സുഖങ്ങളൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അവർ പറയുകയാണ്, അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണമേ. കാരണം ഫിർഔനും അവൻ്റെ കൂട്ടാളികളും ചെയ്തിരുന്ന കൊടിയ ക്രൂരതകൾ അത് സഹിക്കവയ്യാതെ അവർ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ ഇതൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്ക് നാളെ പരലോകത്ത് സ്വർഗം തരണമേ എന്നാണ്. ആ ഒരു വ്യക്തിയെയാണ് അള്ളാഹു മാതൃകയായിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ഉള്ള മാതൃകയായിക്കൊണ്ട്, ഉപമയായിക്കൊണ്ട്, ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നത്. രണ്ടാമതൊരു വ്യക്തി മറിയം ബീവിയാണ്. വ മറിയം ബിനത്ത എന്ന് പറയുമ്പോൾ അവിടെ ആ വാവ് സൂചിപ്പിക്കുന്നത് എന്താണ്? വ ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇമ്രഅത്ത ഫിർഔൻ എന്ന് പറഞ്ഞിട്ട് വ മറിയമ്മ, അത് അവിടേക്കാണ് ചേരുക. അതായത് ഫിർഔനിൻ്റെ ഭാര്യയെ അള്ളാഹു സത്യവിശ്വാസികൾക്കുള്ള ഉപമയായി എടുത്തു കാണിച്ചു. വ മറിയമ്മ, മറിയമിനെയും അങ്ങനെ സത്യവിശ്വാസികൾക്കുള്ള ഉപമയായിട്ട് എടുത്തു കാണിച്ചു. ആരാണ് ഈ മറിയം? ഇബ്നത്ത ഇമ്രാൻ, ഇമ്രാനിൻ്റെ മകൾ. ഇവിടെ ഇതിന് രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇമ്രാനിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഇമ്രാനിൻ്റെ മകൾ എന്നുള്ള രൂപത്തിൽ ആവാം, അല്ലെങ്കിൽ ഇമ്രാൻ കുടുംബത്തിലെ ഒരു പെൺകുട്ടി എന്ന രൂപത്തിലും ആവാം. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും പിതാവാണ് ഇമ്രാൻ, ചരിത്രത്തിൽ അറിയപ്പെട്ട ഇമ്രാൻ. ആ ഒരു പേരിലാണ് ആലു ഇമ്രാൻ എന്നുള്ള സൂറത്തൊക്കെ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും പിതാവായിട്ടുള്ള ഇമ്രാനിൻ്റെ മകൾ തന്നെയാണോ ഈ പറയുന്ന മറിയം എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതായത് അതാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച കാലഘട്ടവും ഈ മറിയം ബീവി അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ജീവിച്ച കാലഘട്ടവും നോക്കുകയാണെങ്കിൽ 1500ഓളം കൊല്ലത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആ പിതാവായിരിക്കൂല, അവരുടെ പിതാവ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും പിതാവ് ആയിരിക്കൂല മറിയം ബീവിയുടെ പിതാവ്, നേരിട്ടുള്ള പിതാവ് ആയിരിക്കൂല എന്നാണ് ഒരു അഭിപ്രായം. പിന്നെ ആ സന്താന പരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഇമ്രാനിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി എന്ന അർത്ഥത്തിലായിരിക്കും ഇബ്നത്ത ഇമ്രാൻ, ഇമ്രാനിൻ്റെ മകൾ എന്ന് പറയുന്നത് എന്നാണ് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായം, ഈ ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും പിതാവായിട്ടുള്ള ഇമ്രാൻ അല്ലാത്ത മറ്റൊരു ഇമ്രാൻ, അങ്ങനെ വരാലോ, മറ്റൊരു ഇമ്രാനിൻ്റെ മകൾ ആയിരിക്കും മറിയം ബീവി എന്നാണ് മറ്റൊരു അഭിപ്രായം. പക്ഷേ കൂടുതലും ആദ്യം പറഞ്ഞ അഭിപ്രായത്തിനോടാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഖുർആനിൽ തന്നെ ഉഖ്ത ഹാറൂൻ്റെ സഹോദരി എന്ന് മറിയം ബീവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഹാറൂൻ്റെ സഹോദരി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സന്താന പരമ്പരയിൽ പെടാനാണ് സാധ്യത. അല്ലാഹു അലം. ഏതായാലും ആ മറിയം ബീവി ജീവിച്ചു വളർന്നത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീഴിലായിരുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മറിയം ബീവിയും തമ്മിലുള്ള കുടുംബ ബന്ധം അത് പല രൂപത്തിലും വന്നിട്ടുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും അവർ അടുത്ത കുടുംബമായിരുന്നു. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീഴിലാണ് മറിയം ബീവി വളർന്നത്. പക്ഷേ അവർ കല്യാണം കഴിക്കാതെ തന്നെ അള്ളാഹു അവർക്കൊരു കുഞ്ഞിനെ നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആയത്തിൽ അള്ളാഹു അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അല്ലത്തി അഹ്സനത്ത് ഫർജഹ, അവരുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ചാരിത്ര ശുദ്ധിയോടുകൂടി ഏറ്റവും നല്ല സദാചാര മര്യാദയോടുകൂടി ജീവിച്ചു, ഒരു തെറ്റും ചെയ്യാതെ, ലൈംഗികമായ രൂപത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു. ഇതിങ്ങനെ എടുത്തു പറയാനുള്ളൊരു കാരണം, ജൂതന്മാർ അവരെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞിരുന്നു, അവർ വ്യഭിചാരിയാണ്, അവർ വ്യഭിചരിച്ചിട്ടാണ് അവർക്ക് കുട്ടിയുണ്ടായത് എന്നുള്ള രൂപത്തിലൊക്കെ അവരെ ആക്ഷേപിച്ചിരുന്നു. അള്ളാഹു അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്.
അവർ അഹ്സനത് ഫർജഹ, അവർ ചാരിത്ര്യ ശുദ്ധി കാത്തു സൂക്ഷിച്ചവളാണ്, കാത്തു സംരക്ഷിച്ചവളാണ്. ഫനഫഖ്ന ഫീഹി മിർ റൂഹിന, അങ്ങനെ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതി. ഈ നമ്മുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ആത്മാവ്, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് ആ കാര്യം നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പ്രാപഞ്ചിക രീതിയിലുള്ള സൃഷ്ടികർമ്മത്തിന് പകരം തൻ്റെ നേരിട്ടുള്ള ആജ്ഞയിലൂടെ വല്ലതും സൃഷ്ടിച്ച് അതിന് ജീവൻ നൽകുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രകടിപ്പിക്കാൻ, ആ ആശയം വ്യക്തമാക്കാൻ വേണ്ടി തൻ്റെ ആത്മാവിൽ നിന്ന് ഊതി എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിക്കാറുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് കാണാൻ സാധിക്കും ആത്മാവിൽ നിന്ന് ഊതി എന്നുള്ള പദപ്രയോഗം. ഇവിടെയും, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് ഈ ഒരു പദപ്രയോഗം, ആത്മാവിൽ നിന്ന് ഊതി എന്നുള്ള പദപ്രയോഗം കാണാൻ സാധിക്കും. അപ്പോൾ പ്രാപഞ്ചികമായ രീതിയിലല്ലാത്ത രൂപത്തിൽ അള്ളാഹു നേരിട്ട് ആജ്ഞയിലൂടെ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിച്ച് അതിന് ജീവൻ നൽകുന്ന സമയത്താണ് ഇത്തരം പദപ്രയോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയക്കുകയാണ്. മനുഷ്യരൂപത്തിലാണ് വരുന്നത്. ആ മനുഷ്യ രൂപത്തിൽ വന്നിട്ട് മറിയം ബീവിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ റൂഹിനെ മറിയം ബീവിയുടെ ഗർഭാശയത്തിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷ ബീജസങ്കലനമില്ലാതെ ഗർഭം ധരിക്കണമെന്ന് മറിയമിൻ്റെ ഗർഭാശയത്തിലേക്ക് അള്ളാഹു ഉത്തരവിട്ടു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ അതിനെ തെറ്റിദ്ധരിച്ചത് ദൈവസത്ത മറിയമിൻ്റെ ഗർഭാശയത്തിൽ പ്രവേശിച്ച് ഒരു മനുഷ്യരൂപം പ്രാപിച്ചു. അപ്പോൾ ദൈവസത്തയിൽ നിന്നുണ്ടായ കുട്ടിയായതുകൊണ്ട് അതൊരു ദൈവം തന്നെയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് യേശു, അത് ദൈവം തന്നെയാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രസവിച്ചതിന് ശേഷം കൂടുതൽ വൈകാതെ മറിയം ബീവി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെ ഒരു കുഞ്ഞുണ്ടായി? അവർ മറുപടി പറയാതെ കുഞ്ഞിനെ ചൂണ്ടുകയാണ് ചെയ്തത്. കുഞ്ഞാണതിന് മറുപടി പറയുന്നത്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുത്ത് വന്നു പോയ തെറ്റിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ സൂറത്ത് അവസാനിക്കുന്ന സമയത്ത് സത്യനിഷേധികൾക്കുള്ള ഉപമയായിട്ടുള്ള രണ്ട് സ്ത്രീകളെയും സത്യവിശ്വാസികൾക്കുള്ള ഉപമയായിട്ടുള്ള രണ്ട് സ്ത്രീകളെയും എടുത്തു കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കം എല്ലാവരും ഈ സത്യവിശ്വാസികൾക്കുള്ള ഉപമയായിട്ട് എടുത്തു പറഞ്ഞ അവരെ പോലെ, ആ രണ്ട് സ്ത്രീകളെ പോലെയാണ് എല്ലാവരും ജീവിക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ നോക്കൂ നിങ്ങൾ, 10ാമത്തെ ആയത്തിൽ സത്യനിഷേധികൾക്കുള്ള ഉപമയായിട്ട് രണ്ട് സ്ത്രീകൾ എടുത്തു പറഞ്ഞ് അവിടം കൊണ്ട് നിർത്തിയിരുന്നുവെങ്കിൽ ഖുർആനിൻ്റെ വിമർശകർ പറയുമായിരുന്നു, കണ്ടോ, ചീത്ത ആളുകൾക്കുള്ള ഉദാഹരണമായിട്ട് സ്ത്രീകൾ എടുത്തു കാണിച്ചു. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു പുരുഷാധിപത്യമുള്ള മതമാണ് ഇസ്ലാം എന്നൊക്കെ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ 11, 12 ആയത്തുകളിൽ സത്യവിശ്വാസികളായ എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെയുള്ള ഉദാഹരണമായിട്ട് രണ്ട് സ്ത്രീകളെ തന്നെയാണ് അള്ളാഹു എടുത്തു കാണിച്ചത്. അപ്പോൾ അള്ളാഹു അവിടെ സ്വാഭാവികമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, മറിയം ബീവിയുടെ പ്രത്യേകത ആയിക്കൊണ്ട്, വസദ്ദഖത് ബി കലിമാത്തി റബ്ബിഹ വ കുതുബിഹി വകാനത്ത് മിനൽ ഖാനിത്തീൻ, അവർ അള്ളാഹുവിൻ്റെ വചനങ്ങളെയും അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തി. എന്താണ് ഈ സത്യപ്പെടുത്തൽ? സത്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അത് പാലിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിച്ച് കാണിച്ചു. അതാണ് സത്യപ്പെടുത്തൽ. ഒരു കാര്യം അത് കേൾക്കലും വിശ്വസിക്കലും മാത്രമല്ല, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുക, അതാണ് അതിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞത്. മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യം മറിയമിലൂടെ പുലർന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അള്ളാഹുവിൻ്റെ വചനങ്ങളൊക്കെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് മറിയം ബീവി ജീവിച്ചത്. മാത്രമല്ല, കീഴ്വണക്കമുള്ള ആളുകളുടെ കൂട്ടത്തിലായിരുന്നു അവർ. വളരെയധികം ഭക്തിയുള്ള, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു അവർ. ഇനി ഈ 11, 12 ആയത്തുകൾ നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ 11ാമത്തെ ആയത്തിൽ ആസ്യ ബീവിയെക്കുറിച്ച് പറഞ്ഞു. ആരാണത്? ഒരു ക്രൂരനായ ഭർത്താവിനെ വകവെക്കാതെ തൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോവാൻ അവസരം ലഭിച്ച ഒരു മഹാവനിത. 12ാമത്തെ ആയത്തിൽ മറിയം ബീവിയെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഒരു സമൂഹത്തിനെ വകവെക്കാതെ, സമൂഹത്തിൻ്റെ എതിർപ്പുകളെ വകവെക്കാതെ ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ അവസരം കിട്ടിയ ഒരു വനിത. അപ്പോൾ
11-ാമത്തെ ആയത്തിൽ ഭർത്താവിനെ, ഒരു വ്യക്തിയെ എതിർത്തുകൊണ്ട്, ഒരു വ്യക്തിയുടെ എതിർപ്പുകൾ വകവെക്കാതെ ജീവിച്ചു. 12-ാമത്തെ ആയത്തിൽ ഒരു സമൂഹത്തിൻ്റെ എതിർപ്പുകൾ വകവെക്കാതെ ജീവിച്ചു. ഇനി ഈ ഒരു ആയത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 10-ാമത്തെയും 11-ാമത്തെയും 12-ാമത്തെയും ആയത്ത് പരിശോധിക്കുകയാണെങ്കിൽ 3 വിഭാഗം ആളുകളെ അള്ളാഹു അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്ന്, 10-ാമത്തെ ആയത്തിൽ ആരെയാണ് എടുത്തു കാണിച്ചത്? നല്ലവരായ ആളുകളുടെ കീഴിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാതെ വിശ്വാസികളല്ലാത്ത രൂപത്തിൽ മരണപ്പെടേണ്ടി വന്ന ആളുകൾ. അതായത് ഏറ്റവും നല്ല ആളുകളുടെ കീഴിലാണ് അവർ ജീവിച്ചത്, പക്ഷേ അവരുടെ ജീവിതം അവർക്ക് നന്നാക്കാൻ സാധിച്ചില്ല. 11-ാമത്തെ ആയത്തിൽ വളരെ മോശപ്പെട്ട ആളുടെ കൂടെ ജീവിക്കേണ്ടി വന്നു, പക്ഷേ അവർക്ക് സ്വർഗത്തിൽ പോകാൻ അവസരം കിട്ടി. അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട, ക്രൂരനായ, തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ഒരാളുടെ കീഴിൽ ജീവിച്ചിട്ട് പോലും തൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ സത്യവിശ്വാസിയായി മരണപ്പെട്ടു. 12-ാമത്തെ ആയത്തിൽ വളരെ നല്ല ഒരാളുടെ കീഴിൽ ജീവിച്ച് നല്ല രൂപത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ 3 വിഭാഗം സ്ത്രീകളെയാണ് അള്ളാഹു 10, 11, 12 ആയത്തുകളിലൂടെ കാണിക്കുന്നത്. ഒന്ന്, വളരെ നല്ല ആളുടെ കൂടെ ജീവിച്ച് മോശമായ ജീവിതം നയിച്ചു. 2, മോശമായ ആളുടെ കൂടെ ജീവിച്ച് നല്ല ജീവിതം നയിച്ചു. 3, നല്ല ഒരാളുടെ കൂടെ ജീവിച്ച് നല്ല ജീവിതം നയിച്ചു. ഈ മറിയം ബീവിയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ആളുടെ കൂടെ ജീവിച്ചു എന്ന് പറയാൻ കാരണം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീഴിലായിരുന്നു, അവരുടെ മേൽനോട്ടത്തിലായിരുന്നു അവർ വളർന്നത്. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നല്ല രൂപത്തിൽ ജീവിച്ചു. ഇനി 11-ാമത്തെ ആയത്തിൽ ആസിയ ബീവിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പേടിക്കാതെ ജീവിച്ചു. എത്ര ക്രൂരത ചെയ്തിട്ടും തൻ്റെ ഭർത്താവിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നല്ല ചിന്തിച്ചത്. ഭർത്താവിൻ്റെ ആദർശം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ വകവെക്കാതെ ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പേടിയില്ലാതെ, ഒരു സ്ത്രീ ആയിട്ട് പോലും ആ ഭർത്താവിനെ പേടിയില്ലാതെ അവർ ചെയ്യുന്ന ക്രൂരതകൾക്കൊന്നും ഒട്ടും വഴങ്ങിക്കൊടുക്കാതെ, അല്ലെങ്കിൽ അതനുസരിച്ച് അവരുടെ ആദർശം പണയം വെക്കാതെ അവർ ഏറ്റവും നല്ല സത്യവിശ്വാസിനിയായിക്കൊണ്ട് ജീവിച്ചു. അതാണ് 11-ാമത്തെ ആയത്തിൽ. 12-ാമത്തെ ആയത്തിൽ നാണം കെടുന്ന ഒരവസ്ഥയുണ്ടായിട്ട് ആളുകളുടെ മുമ്പിൽ സ്വന്തം കുഞ്ഞിന് ഒരു പിതാവിനെ കാണിക്കാനില്ല എങ്കിൽ പിന്നെ ആ ആളുകളുടെ മുമ്പിൽ എത്രത്തോളം നാണം കെടും. അങ്ങനെ ഒരു നാണക്കേട് പോലും വകവെക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർഗം ലഭിക്കാൻ വേണ്ടി അതെല്ലാം സഹിച്ച് ആ നാണക്കേടൊന്നും വകവെക്കാതെ ജീവിച്ചു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര നല്ല ആളുകളുടെ കൂടെ ജീവിച്ചാലും സ്വന്തമായി നല്ല കർമ്മങ്ങൾ ചെയ്താലാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുക. അതേപോലെ തന്നെ എത്ര മോശപ്പെട്ട ആളുകളുടെ കൂടെ ജീവിച്ചാലും സ്വന്തം കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക. വളരെ നല്ല ആളുകളുടെ കൂടെ ജീവിച്ചിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാർക്ക് അവർ ചെയ്ത, ആ ഭർത്താക്കന്മാർ ചെയ്ത പ്രതിഫലം കൊണ്ട് ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അതേപോലെ ഫിർഔൻ എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് പോലും ആസിയ ബീവിക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനമാണ് നൽകിയത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വലറബല്ലാഹു മസലൻ, മസലൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന്, അതിനുശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായി ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാഹുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരിഹുന്ന. അപ്പോൾ മസലല്ലില്ലദീന അവിടെ ആ ലാമിന് ശബ്ദ് കൊടുക്കാനുള്ള കാരണം മസല എന്ന് കഴിഞ്ഞിട്ട് ഇല്ലി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മസലല്ലില്ലദീന. ആമനു ഇമ്രഅത്ത, ആമനു എന്നുള്ളിടത്തൊരു നീട്ടലുണ്ട്, ആമനു. പക്ഷെ അതിന് ശേഷം ഇമ്രഅത്ത എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ ആമനു എന്ന് പറയില്ല, ആമനു എന്നേ പറയുള്ളൂ. ആമനു ഇമ്രഅത്ത. ഫിർഔന, അവിടെ റാഇന് സുക്കൂന്, തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കസ്ർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സുക്കൂനുള്ള റാഇന് ശേഷം വരുന്ന അക്ഷരം ഏതാണെന്ന് നോക്കണം. അത് ഇസ്തിലാഹിൻ്റെ അക്ഷരമാണോ അല്ലേ? അല്ല എങ്കിൽ, ഇസ്തിലാഹിൻ്റെ അക്ഷരം അല്ല എങ്കിൽ അവിടെ ര് എന്നുള്ള ഉച്ചാരണം കൊടുക്കണം. ഇപ്പോൾ ഇവിടെ റാഇന് സുക്കൂനുണ്ട്, തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കസ്റാണ്, ശേഷം വന്നത് ഐനാണ്. ഐന് ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളിൽ പെടൂല. അതുകൊണ്ട്
അവിടെ നമുക്ക് രി എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. ഫിർ ഔൻ എന്നല്ല, ഫിർ ഔൻ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. ഇത് ഖാലത്ത് റബ്ബി ബിനിലി, അവിടെ റബ്ബി ബിനിലി എന്നുള്ളിടത്ത് ഇബിനി എന്നുള്ളതിലെ ഹംസത്ത് വസ്ൽ നഷ്ടപ്പെടും. റബ്ബി എന്ന് കഴിഞ്ഞിട്ട് നേരെ ബാഇൻ്റെ സുക്കൂനാണ് പറയുക. റബ്ബിബ് എന്ന രൂപത്തിൽ. റബ്ബി ഇബിനിലി എന്ന് പറയില്ല, റബ്ബി ബിനിലി. ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അതിനെ എടുത്ത് പറയണം. ബ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. റബ്ബി ബിനിലി എന്തക്ക, ദാലിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. എന്തക്ക. ബൈത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ഫ ആണ്. അതുകൊണ്ട് അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ബൈത്താഫി ഫിൽ ജന്ന, നൂൻ്റെ ശബ്ദ് മണിക്കുക. ഫിൽ ജന്നത്തി വനജ്ജിനി മിൻ ഫിർഔന. മിൻ എന്നുള്ളിടത്ത് ഫിൻ്റെ മുമ്പാണ് സുക്കൂനിലെ നൂന് വന്നത്, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മിൻ ഫിർഔന റാഇന് സുക്കൂൻ അവിടെ രി എന്നുള്ള ഉച്ചാരണം കൊടുക്കണം. നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണെന്നുള്ളത്. മിൻ ഫിർഔന വ അമലിഹി, അവസാനത്തിൽ ഹ ഉലമീർ, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. അമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിത്. അടുത്ത ആയത്തിൽ വ മറിയം ഇബ്നത്ത, അവിടെയും നമുക്ക് ഇബ്നത്ത എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ലുണ്ട്. പക്ഷേ ചേർത്തി അതിൻ്റെ മുമ്പ് മറ്റൊരു അക്ഷരമോ പദമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഹംസത്ത് വസ്ല് പിന്നെ ഉച്ചരിക്കൂല. അപ്പോൾ വ മറിയമ എന്ന് കഴിഞ്ഞിട്ട് നേരെ ബ് എന്നാണ് പറയേണ്ടത്. വ മറിയമ ബിനത്ത, അല്ലാതെ വ മറിയമ ഇബ്നത്ത എന്നല്ല, വ മറിയമ ബിനത്ത. ഇനി ബ് എന്നുള്ള ആ ബാഇൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് എടുത്ത് പറയണം, വെളിവായി കേൾക്കണം. വ മറിയമ ബിനത്ത ഇമ്രാൻ അല്ലത്തീ അഹ്സനത്ത്, അല്ലത്തീ എന്നുള്ളിടത്തൊരു നീട്ടൽ അവസാനത്തിൽ. അതിനുശേഷം ഹംസയാണ് വന്നത്. അഹ്സനത്ത് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ ഹംസയുടെ മുമ്പ് മദ് വന്നു കഴിഞ്ഞാൽ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. ഇവിടെ വ്യത്യസ്ത പദത്തിലാണ്, അതുകൊണ്ട് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമാണ്, ഇവിടെ വ്യത്യസ്ത പദത്തിലായതുകൊണ്ട് നിർബന്ധമല്ല. അഹ്സനത്ത് ഫർജഹ ഫനഫഖ്ന ഫീഹി മിർ റൂഹിന എന്നുള്ളിടത്ത് റാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ആ സുക്കൂനിലെ നൂനിനെ റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. മിർ റൂഹിന വ സദ്ദഖത്ത് ബി കലിമാത്തി റബ്ബിഹ വ കുത്തുബിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീർ, മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. വ കുത്തുബിഹി വകാനത്ത് മിനൽ ഖാനിതീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിത്. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വളറബല്ലാഹു മസലൻ ലില്ലസീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നതി വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ومريم ابنة عمران التي أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വലറബല്ലാഹു മസലൻ, വാവ് അത്തിഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ. ലറബ എന്നുള്ളത് മാളിയായ ഒരു ഫിയലാണ്. അതിനുശേഷം അള്ളാഹു എന്നുള്ളത് അതിൻ്റെ ഫായിലാണ്, സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർത്താവാണ്. ലറബ ഉദാഹരണം പറഞ്ഞു അല്ലെങ്കിൽ എടുത്തു പറഞ്ഞു. ആരാണ് പറഞ്ഞത്? അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഫായിലാണ് അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, കർത്താവാണ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള എഴുതിയത്. ഇനി അള്ളാഹു എടുത്തു പറയുന്നു അല്ലെങ്കിൽ വിവരിക്കുന്നു എന്ത്? മസലൻ, ഉദാഹരണത്തെ. അപ്പോൾ മസലൻ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് മസലൻ നെസ്ബുള്ള രൂപത്തിൽ എഴുതിയത്. മസലൻ എന്ന് അവസാനത്തിൽ ഫത്ത തൻവീൻ ഇട്ടു, അത് നെസ്ബിൻ്റെ അടയാളമാണ്. അങ്ങനെ എഴുതാൻ കാരണം അത് മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ടാണ്. ലില്ലസീന ആമനു ഇംറഅത്ത, വീണ്ടും ഇംറഅത്ത എന്നുള്ളത് മറ്റൊരു മഫ്ഊലുൻ ബിഹിയാണ്. അള്ളാഹു ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞു ആരെ? ഇംറഅത്ത, സ്ത്രീയെ. അപ്പോൾ ഇംറഅത്ത എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് അതിന് അവസാനത്തിൽ നെസ്ബ് കൊടുത്തത്. ഇനി ഇംറഅത്ത ഫിർഔൻ എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഇമ്രഅത്ത എന്നുള്ള ഇസ്മിനെ ഫിർഔൻ എന്നുള്ള ഇസ്മിലേക്ക് ചേർത്തു. അങ്ങനെ ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അതിന് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ ജറ് എന്ന് പറഞ്ഞാൽ കെസ്ർ കൊണ്ടോ കെസ്ർ തൻവീനോടാണ് സൂചിപ്പിക്കുക. പക്ഷേ ഫിർഔൻ പോലെയുള്ള ചില പദങ്ങൾ അത് ഇസ്മ അലം എന്ന് പറയും. ആ പദത്തിന് കെസ്ർ ഇടാൻ കഴിയില്ല.
അപ്പോൾ കെസർ ഇടേണ്ട സന്ദർഭം വന്നാൽ ഫത്തഹ കൊണ്ടാണ് ആ കെസറിനെ സൂചിപ്പിക്കുക. അതുകൊണ്ട് ഫിർഔനി എന്ന് എഴുതാൻ പറ്റൂല, ഫിർഔന എന്ന് ആ ഫത്തഹ അവിടെ ജറിനെ സൂചിപ്പിക്കാനാണ് കൊടുത്തത്. ഇത് ഖാലത്ത് റബ്ബി, അവിടെ റബ്ബി എന്നുള്ളത് യാ റബ്ബി എന്നാണ് ശരിക്ക്. അപ്പോൾ ആ റബ്ബി എന്നുള്ളത് ശരിക്ക് യാ എന്നുള്ളതിന് ശേഷം വന്നതായതുകൊണ്ട് അത് നെസ്ബ് കിട്ടിയ രൂപത്തിലാണ്. അവിടെ ആ റബ്ബി എന്നുള്ളത് അവിടെ കെസറിട്ടാണ് എഴുതിയതെന്നുണ്ടെങ്കിലും ശരിക്കത് നെസ്ബ് കിട്ടിയ രൂപത്തിലാണുള്ളത്. കാരണം യാ റബ്ബി എന്നെഴുതുമ്പോൾ യാ എന്നുള്ളതിന് ശേഷം വരുന്ന ഇത്തരം ഇസ്മുകൾക്ക് നെസ്ബാണ് കിട്ടുക. അപ്പോൾ റബ്ബി എന്ന അവസാനത്തിലൊരു യാ ചേരുമ്പോഴാണ് ആ തരത്തിൽ റബ്ബി കെസറിട്ടിട്ട് എഴുതുന്നത്. പക്ഷേ ഇവിടെ ആ അവസാനത്തെ യാ ഇനെയും കളഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലുള്ള യാ ഇനെയും കളഞ്ഞിട്ടുണ്ട്, യാ എന്നുള്ളതും കളഞ്ഞിട്ടുണ്ട്, റബ്ബി എന്നുള്ളതിൻ്റെ അവസാനത്തെ യാ ഇനെയും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വെറും റബ്ബി എന്ന് മാത്രം ചുരുക്കി എഴുതിയതാണ്. ഇനി ഇബ്നി, നീ എനിക്ക് നിർമ്മിച്ചു തരയണമേ എന്ത്, ബൈത്തൻ, ഒരു വീട്. അപ്പോൾ ആ ബൈത്തൻ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതുകൊണ്ടാണ് അതിന് ഫത്ത് തൻവീനിട്ട് നെസ്ബ് കൊടുത്തത്. ഫിൽ ജന്ന എന്ന് പറയുമ്പോൾ ഫി എന്നുള്ളത് ഹർഫ് ജറാണ്, ഫീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും, അതുകൊണ്ടാണ് ജന്നത്തി എന്നെഴുതിയത്. വനജ്ജിനി മിൻ ഫിർഔന, അവിടെ മിൻ വന്നു, മിൻ ഹർഫ് ജറാണ്, ഫിർഔനി എന്ന് എഴുതാൻ പറ്റൂല, അതുകൊണ്ട് ആ കസറിടുന്നതിന് പകരം അവിടെ ഫത്ത് ഇട്ടിട്ടാണ് ആ ജറിനെ സൂചിപ്പിച്ചത്. മിൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. പക്ഷേ ഫിർഔനി എന്ന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഫത്ത് ഇട്ടിട്ടാണ് ആ ഒരു ജറിനെ സൂചിപ്പിച്ചത്. വ അമിലിഹി, വ അമിലിഹി എന്ന് പറയുമ്പോൾ ആ മിന്ന് ഇങ്ങോട്ടും ബാധകമാണ്, മഅത്തൂഫാണ്. അപ്പോൾ വ മിൻ അമലിഹി എന്നാണ് ശരിക്ക്. അതുകൊണ്ടാണ് അമലുഹു എന്ന് പറയാതെ അമലിഹി എന്ന് പറഞ്ഞത്. ആ അമൽ എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. അതിനാണ് അവിടെ ആ അത്തിഫിൻ്റെ വാവ് കൊടുത്തത്. വ മിൻ അമലിഹി എന്നുള്ള രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. വനജ്ജിനി മിനൽ ഖൗമി, അവിടെ ഖൗം എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നു, അപ്പോൾ മിനൽ ഖൗമി, ആ ഖൗം എന്നുള്ളതിന് ജറ് കൊടുത്തു, അവസാനത്തിൽ കസറിട്ടത് അതുകൊണ്ടാണ്. ഇനി അൽ ഖൗമി ലാലിമീൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഖൗമിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്, സിഫത്താണ്, നഅത്താണ് ലാലിമീൻ എന്നുള്ളത്. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ എഴുതണം. സിഫത്ത് വരുന്ന സമയത്ത്, വിശേഷണം വരുന്ന സമയത്ത് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെ അൽ ഖൗമി തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, അൽ ലാലിമീൻ അവിടെയും തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്. ഇനി ഖൗമി എന്നുള്ളതിന് ജറ് കിട്ടിയ രൂപത്തിലാണുള്ളത്. അവിടെ ലാലിമീൻ എന്നെഴുതിയത് അതേപോലെ ജറ് കിട്ടിയ രൂപത്തിൽ എഴുതാനാണ്, അല്ലെങ്കിൽ ലാലിമൂൻ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ലാലിമൂൻ എന്നാവുമ്പോൾ അത് റഫ്ഇൻ്റെ രൂപമാണ്, ലാലിമീൻ എന്ന് പറയുമ്പോൾ ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ്. അപ്പോൾ ഈ ഖൗമ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കലായതുകൊണ്ട് ഖൗമിന് ജറ് കിട്ടിയിട്ടുണ്ട്, അത് മിൻ വന്നതുകൊണ്ടാണ്. മിനൽ ഖൗമി അവിടെ കസറിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഖൗമി എന്നുള്ളതിന് ജറ് കിട്ടിയതുകൊണ്ട് ഈ ലാലിമീൻ എന്നുള്ള ഭാഗവും ജറ് കിട്ടിയ രൂപത്തിൽ എഴുതണം. അതുകൊണ്ടാണ് ലാലിമീൻ എന്നുള്ള രൂപത്തിൽ എഴുതിയത്. ലാലിമൂൻ എന്നെഴുതാതെ ഇങ്ങനെ എഴുതാനുള്ള കാരണം അതുകൊണ്ടാണ്. അടുത്ത ആയത്തിൽ വ മറിയമ്മ, അവിടെ ആ വാവ് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ വാവ് മഅത്തൂഫാണ്. ഏതിലേക്കാണ് മഅത്തൂഫ്? വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇമ്രഅത്താന്നുണ്ടല്ലോ, ആ ഇമ്രഅത്തിലേക്ക് മഅത്തൂഫാണ് ഈ മറിയം. ആ ഇമ്രത്ത്, അവിടെ ഇമ്രത്തിനെ പറഞ്ഞു, ഫിർഔനിൻ്റെ ഭാര്യ എന്നുള്ള രൂപത്തിൽ. വ മറിയമ്മ, മറിയമിനെയും ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നു. അപ്പോൾ അവിടെ ഇമ്രഅത്ത് എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ് മറിയം. അതുകൊണ്ട് ഇമ്രഅത്ത എന്ന് നെസ്ബ് കിട്ടിയ രൂപത്തിലാണ് അവിടെ. ഇവിടെ വ മറിയമ്മ എന്ന രൂപത്തിൽ ഇവിടെയും നെസ്ബ് കിട്ടിയ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇബ്നത്ത എന്ന് പറയുമ്പോൾ അത് ഈ മറിയം എന്നുള്ളതിൻ്റെ ബദലാണ്. ഒരു പദത്തിൻ്റെ ബദലായിട്ട് മറ്റൊരു പദം വരും, അതായത് അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ട് മറ്റൊരു പദം വരും, അതിന് ബദലായിക്കൊണ്ട്, പകരമായിക്കൊണ്ട് എന്ന് പറയാം. അപ്പോൾ മറിയമ്മ എന്നുള്ളതിൻ്റെ ഒരു ബദലായിട്ടാണ് ഇബ്നത്ത എന്ന് വന്നത്. ഇനി ഇബ്നത്ത എന്നുള്ളതിനെ ഇമ്രാൻ എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ അത് മുലാഫുൻ ലഹി പദപ്രയോഗമാണ്. ഇബ്നത്ത ഇമ്രാൻ, ഇമ്രാനിൻ്റെ മകൾ. അപ്പോൾ ഇമ്രാൻ എന്നുള്ളത് അത് മുലാഫുൻ ഇലഹിയാണ്. മുലാഫുൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ. നേരത്തെ ഫിർഔൻ എന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇമ്രാനി എന്നെഴുതാൻ പറ്റൂല, അതുകൊണ്ടാണ് ഫത്ത് ഇട്ടത് ഇമ്രാന എന്നെഴുതിയത്. അതിന് ജറ് കിട്ടിയിട്ടാണുള്ളത്, അല്ലെങ്കിൽ അത് ജറിൻ്റെ സ്ഥാനത്താണ്. അല്ലത്തി അഹ്സനത്ത് ഫർജഹ, അഹ്സനത്ത് അവൾ കാത്തു സംരക്ഷിച്ചു, എന്ത്, ഫർജഹ, ഫർജ. അപ്പോൾ ആ ഫർജ എന്നുള്ള പദം അവിടെ മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് ഫർജ എന്ന് നെസ്ബിട്ട രൂപത്തിൽ എഴുതിയത്. കാരണം അത് മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് അതിൻ്റെ ഇറാബ് നെസ്ബായിരിക്കണം. അതുകൊണ്ട് ഫർജ എന്ന അവസാനത്തിൽ ഫത്ത് ഇട്ടിട്ട് എഴുതി. ഫനഫഖ്ന ഫീഹി മിർ റൂഹിന, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് റൂഹി എന്നെഴുതിയത്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം, അതുകൊണ്ട് റൂഹി അവസാനത്തിൽ കസറിട്ട് എഴുതി, റൂഹി. മിൻ റൂഹിന വ സദ്ദഖത്ത്, അവിടെ വാവ് അത്തിഫിൻ്റെ വാവാണ്. സദ്ദഖത്ത് എന്നുള്ളത് മാളിയായ പദമാണ്, സ്ത്രീലിംഗ രൂപത്തിൽ എഴുതി. ബി കലിമാത്തി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, ബി വന്നതുകൊണ്ടാണ് കെലിമാത്തി എന്നെഴുതിയത്. ഇനി കെലിമാത്തി റബ്ബിഹ എന്നെടുത്തു കഴിഞ്ഞാൽ ആ കെലിമാത്തിനെ റബ്ബിലേക്ക് ചേർത്തു. അപ്പോൾ റബ്ബ് എന്നുള്ളത് മുലാഫുൻ ലഹിയാണ്,
മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, അതുകൊണ്ടാണ് റബ്ബി കസറിട്ട് എഴുതിയത്. വ കുത്തുബിഹി അത് ആ കെലിമാത്തിലേക്ക് മാത്തൂഫാണ്, ആ കെലിമാത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് കുത്തുബിഹി എന്നുള്ളത്. അപ്പോൾ അവിടെ ബി കെലിമാത്തി എന്ന് പറയുന്ന പോലെ തന്നെ വ ബി കുത്തുബിഹി എന്നാണ് ശരിക്കും അവിടെ. ആ ഒരു കെലിമാത്തിലേക്ക്, ആ വചനങ്ങളെ സത്യപ്പെടുത്തി വ കുത്തുബിഹി വേദഗ്രന്ഥങ്ങളെയും എന്ന് പറയുമ്പോൾ ആ കെലിമാത്തിലേക്ക് ഇതും കൂടെ ചേർത്തു. അങ്ങനെ ചേർക്കാനാണ് ആ വാവ്. അപ്പോൾ അവിടെ ആ വാവ് കഴിഞ്ഞാൽ ഒരു ബി ഉണ്ട് നമ്മൾ സങ്കല്പിക്കണം. കാരണം ബി കെലിമാത്തി എന്നുള്ളൊരു തുടക്കത്തിൽ ബി ഉള്ളത് കൊണ്ട് ഇവിടെയും ആ അർത്ഥം വരും. ബി കുത്തുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും എന്ന രൂപത്തിൽ. വ കാനത്ത് മിനൽ ഖാനിത്തീൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഖാനിത്തൂൻ എന്നെഴുതാതെ ഖാനിത്തീൻ എന്നെഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.